ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സിഇയിലേക്ക് അടച്ച ഫീസ് എന്നാണ് റീഫണ്ട് ചെയ്യുക? ഈ ഒരു സംശയം ഒരുപാട് കുട്ടികൾക്കുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പൊ കീം പ്രോസ്പെക്ടസ് പ്രകാരം എല്ലാ അലോട്ട്മെന്റുകളും കംപ്ലീറ്റ് ആയാൽ മാത്രമേ സിഇയിലേക്ക് അടച്ച തുക റീഫണ്ട് ചെയ്യുകയുള്ളൂ. എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ സിഇ തന്നെ ഫീസ് തിരികെ ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിഇയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും. ഫീസ് തിരികെ ലഭിക്കാനുള്ള എല്ലാ കുട്ടികളുടെ പേര്, വിവരങ്ങൾ സിഇയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. അത് കഴിഞ്ഞ വർഷം സിഇ വെബ്സൈറ്റ് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഇത് കഴിഞ്ഞ വർഷത്തതാണ്, ഈ വർഷം ഇറങ്ങിയിട്ടില്ല കുട്ടികളെ. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസ് തിരികെ ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കണം. ഇങ്ങനെയാണ് ഒരു കുറിപ്പ് സിഇയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ വർഷം 2019 ഇറങ്ങിയിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണിത്. അപ്പൊ അതിലുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് ഫീസ് തിരികെ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് 2019 സംസ്ഥാനത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രവേശന കമ്മീഷണർക്ക് ഒടുക്കിയിട്ടുള്ള ഫീസ് തുക അല്ലെങ്കിൽ ബാക്കി തുക തിരികെ ലഭിക്കാൻ അർഹതയുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വിദ്യാർത്ഥികളുടെ 2019 റോൾ നമ്പർ ക്രമത്തിലുള്ള പട്ടികയുടെ പേര് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ വർഷവും ഇതുപോലെ സിഇയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും. ആ സമയത്താണ് നമ്മൾക്ക് ഫീസ് തിരികെ കിട്ടുവാനുള്ള ഒരു സമയം ഉണ്ടാവുക. അത് സിഇയുടെ വെബ്സൈറ്റിൽ വരുന്ന വർക്ക് നമ്മൾ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലാണ് സാധാരണ നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടൽ ലിങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി റീഫണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു മെനുവിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ, നിങ്ങൾക്ക് എത്ര പൈസയാണ് തിരിച്ച് ലഭിക്കേണ്ടതെന്നുള്ള ഒരു വിവരങ്ങൾ അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സിഇയുടെ റീഫണ്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു രീതിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ വർഷവും അതേ രീതി തന്നെയായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായിട്ട് തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങൾ കൊടുക്കണം. അത് വളരെ കറക്റ്റ് ആയിരിക്കണം. ആ ഒരു അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ഫീസ് അല്ലെങ്കിൽ ബാക്കി തുക ലഭിക്കുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി ശരിയാണെന്ന് ഉറപ്പുവരുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് നിങ്ങൾക്ക് പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്ത ബാങ്ക് ഡീറ്റെയിൽസുകൾ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടങ്ങിയ ഒരു സ്ലിപ്പ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അഥവാ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ മാറിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുത്ത ഈ ഒരു സ്ലിപ്പ് കാണിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ പറയാവുന്നതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് പറയാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്രിന്റ് ഓപ്ഷൻസും ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ നോട്ടീസാണ്, കുട്ടികളെ ശ്രദ്ധിക്കണേ. ഈ വർഷത്തല്ല. ഇപ്പൊ പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. ഇനി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാവും. സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടാവും, ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവാം, ടൈനി അക്കൗണ്ട് ഉണ്ടാവാം, ജനപ്രിയ അക്കൗണ്ട് ഉണ്ടാവാം. അപ്പൊ എന്നിവയിലായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ടുകൾ. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ അക്കൗണ്ട് ഉള്ളവരൊക്കെ തന്നെ ഫീസ് തിരികെ ലഭിക്കുന്നതിനായി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ അക്കൗണ്ട് മാറ്റേണ്ടതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഫീസ് തിരികെ ലഭിക്കണമെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് എടുത്തു വെക്കേണ്ടതാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. അതിലേക്കാണ് സിഇയുടെ ബാക്കി തുക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ഈ ഒരു ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതെല്ലാം പെട്ടെന്നായിരിക്കും വരുന്നത്. ആ സമയത്ത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് പ്രശ്നമില്ല, ഇല്ലാത്തവരാണെങ്കിൽ അതൊന്ന് എടുത്തു വെക്കുന്നത് കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ NRI അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും ഫീസ് തിരികെ നൽകുന്നതല്ല. എല്ലാ അക്കൗണ്ടുകളും സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളായിരിക്കണം. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിഇയുടെ വെബ്സൈറ്റിൽ
തിരികെ ലഭിക്കാനുള്ള വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ അത് പരിശോധിച്ച് കറക്റ്റ് ആണോ നോക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തു വെച്ചിട്ടാണ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ അക്കൗണ്ടിലേക്ക് ആ തുക എത്രയാണോ റീഫണ്ട് ചെയ്യേണ്ട തുക കറക്റ്റായിട്ട് ആ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ആ അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. തന്നെ എപ്പോഴും വെബ്സൈറ്റ് നോക്കുക. വെബ്സൈറ്റിലാണ് കുട്ടികളുടെ വിവരങ്ങൾ വരുന്നത്. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് വരിക. വന്നു കഴിഞ്ഞാൽ നമ്മളും നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.